തിരുവനന്തപുരം PMGയിൽ പ്രവർത്തിക്കുന്ന TVSന്റെ സ്കൂട്ടർ ഷോറൂമിലാണ് പുലർച്ചെ 3:30 തീപിടുത്തമുണ്ടായത്. ഇതൊരു 3 നില കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ നിന്ന് ഉഗ്രശബ്ദത്തോടു കൂടിയുള്ള ഒരു ശബ്ദം കേൾക്കുകയും പിന്നീട് അത് വലിയ തീയായിട്ട് മാറുകയുമാണ് ചെയ്തത്. പുലർച്ചെ 3:30 ഉണ്ടായ തീപിടുത്തം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ്, ചാക്കയിൽ നിന്ന് 3 യൂണിറ്റ്, കഴക്കൂട്ടം, നെടുമങ്ങാട് അങ്ങനെ തുടങ്ങിയ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള 10-ലധികം ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കിയത്. 3 വാഹനങ്ങൾ കത്തി നശിച്ചു എന്നുള്ള കാര്യമാണ് ഷോറൂമിൻ്റെ ഉടമ പറയുന്നത്. 250-ലധികം സ്കൂട്ടറുകൾ ഇവിടെ ഉണ്ടായിരുന്നു. 2ാം താഴത്തെ നിലയിൽ സർവീസിന് കൊണ്ടുവന്നിരുന്ന ബൈക്കുകളും അല്ലെങ്കിൽ മറ്റ് സ്കൂട്ടറുകളുമൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള വാഹനമടക്കം താഴത്തെ നിലയിലുണ്ടായിരുന്നു. മുകളിൽ 2ാമത്തെ നിലയിൽ ടയറും മറ്റ് സ്പെയർ പാർട്സ് സാധനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. 3ാമത്തെ നിലയിലും അതിന് സമാനമായിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മുകളിൽ 2ാമത്തെ നിലയിൽ ഉണ്ടായ തീപിടുത്തം മുകളിലേക്ക് കൂടി പടരുകയാണ് ചെയ്തത്. അത് പുറത്തേക്ക് വരാതിരുന്നത് വലിയ രക്ഷയായി എന്നുള്ള കാര്യം കൂടി ഇവിടെ ഇത് കണ്ട ആളുകളടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. വലിയ ശബ്ദത്തോടു കൂടിയാണ് ഈ തീ ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇത് തൊട്ടടുത്ത് ഇത് പാളയത്ത് നിന്ന് PMGയിലേക്ക് പോകുന്ന ലൂർദ് പള്ളിയുടെ അടുത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. ലൂർദ് പള്ളിയിലെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരാളാണ് ഇത് കണ്ടത്. ചേട്ടനാണ് ഇത് ആദ്യമേ കണ്ടത്. എന്താ കണ്ടേ? പിന്നെ ബാക്കിലൊരു പൊട്ടിത്തെറി, മിന്നലും തീ ആടി കത്തിയായിരുന്നു. അപ്പോഴേ അതിൻ്റെ സൗണ്ട് കേട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഗേറ്റിൽ നിന്ന് എടുത്ത് ചാടിയത്. ഇങ്ങനെ വലിയൊരു സൗണ്ടും മിന്നൽ പോലെ കാണുകയും ചെയ്തു. അപ്പോൾ എന്താ ഇവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് ഒരു വെട്ടമായിരുന്നു. വെട്ടവും പടപടാന്ന് ഒരു ഷീറ്റിൽ വന്ന് വിടുന്ന് ഇത് പൊട്ടിത്തെറിയായിരുന്നു. ഒരു സൗണ്ടായിരുന്നു. എന്താണെന്ന് അറിയാൻ പറ്റിയില്ല. ഉടൻ തന്നെ ഇവിടേക്ക് വന്നു. എപ്പോഴും ഒരു പുലർച്ചെ 3:30 ആ സമയത്തായിരുന്നു? ഇത് സമയത്തായിരുന്നു, 3:30 മണി സമയത്തിനായിരുന്നു. ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് ഒരു 15-20 മിനിറ്റിനകത്ത് വന്ന്. എന്താ തോന്നുന്നത്? എന്ത് സംഭവിച്ചെന്നാ തോന്നുന്നേ? എനിക്ക് ഒരിതും അറിയാൻ പാടില്ല. ആദ്യമേ ഈ സൗണ്ട് കേട്ടതല്ലേ? കേട്ടത്. ഇവിടെ ജോലി ചെയ്യുന്നേ? ജോലി ഇവിടെ സെക്യൂരിറ്റിയാണ്. അല്ല, ഇവിടത്തെ സെക്യൂരിറ്റി. അകത്ത് വരെ ജീവനക്കാരും ഉണ്ടായിരുന്നില്ല? ഞാൻ രാവിലെ 8:30 കയറിയ പിറ്റേന്ന് രാവിലെ 8:30 ഇറങ്ങി. അപ്പം ഈ തീപിടുത്തം കൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കാണ് ആളി പടരുന്നത് അല്ലേ? അപ്പോൾ ഈ TVS ഷോറൂമിലെ സെക്യൂരിറ്റി, സുരക്ഷാ ജീവനക്കാരൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹമാണ് ഇത് രാവിലെ കണ്ടത്. പുലർച്ചെ ഈ ഒരു ഉഗ്രശബ്ദത്തോടുകൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും പിന്നീട് അത് തീപിടുത്തമായി മാറുകയുമാണ് ചെയ്തത്. എന്തായാലും വലിയ അത്ഭുതകരമായിട്ട് തന്നെ ജീവനക്കാരും അകത്ത് ഉണ്ടായിരുന്നില്ല. അതും വലിയൊരു രക്ഷയായി എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അകത്തേക്ക് കയറാൻ അല്പം പ്രയാസപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഇതിൻ്റെ ഷട്ടറുകളെല്ലാം അകത്തുനിന്ന് പൂട്ടിയിരുന്നു. അപ്പോൾ അകത്തേക്ക് കയറുന്നതിന് അല്പം പ്രയാസപ്പെട്ടിരുന്നു. എന്നാലും പിന്നീട് സാഹസികമായിട്ട് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കയറിയത്. ഇതിൻ്റെ അധികം അഡീഷണൽ ആയിട്ട് വീണ്ടും ഈ കെട്ടിടം നിർമ്മിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ഫയർഫോഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും പുറത്തേക്ക് തീ പടരാതിരുന്നത് വലിയ രക്ഷയായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിന് തൊട്ടടുത്ത് തന്നെ മറ്റ് വിവിധ സ്ഥാപനങ്ങളുണ്ട്. ലൂർദ് പള്ളിയുടെ നേരെ മുമ്പിൽ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന TVS ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. എന്തായാലും 10 ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കി എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ അകത്തു നിന്നുള്ള പല ഉൽപ്പന്നങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കി. ഇനിയിപ്പോൾ ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ട് ഫയർഫോഴ്സും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉണ്ണി പാലാഴിക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ.